Okay, income from other sources. Income from other source is the fifth and last head of income. അഞ്ചാമത്തെ ലാസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം ആണ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത്. ആൻ ഇൻകം വിച്ച് ഡസ് നോട്ട് ഫാൾ അണ്ടർ ദ ഫസ്റ്റ് ഫോർ ഹെഡ് ഓഫ് ഇൻകം, നെയിംലി ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആൻഡ് ക്യാപിറ്റൽ ഗെയിൻസ് ടു ബി ഇൻക്ലൂഡ് അണ്ടർ ദിസ് ഹെഡ്. അതായത് ആദ്യത്തെ 4 ഹെഡിൽ ഉൾപ്പെടാത്തതാണ് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് കൊണ്ടുവരുന്നത്. ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് ഈസ് ഡിവൈഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. അതായത് ഇൻകം നമ്മൾ ചാർജ് ചെയ്യുന്നത് 2 ഗ്രൂപ്പായിട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ജനറൽ ഇൻകം, സെക്കൻഡ് വൺ സ്പെസിഫിക് ഇൻകം. അപ്പോൾ ഫസ്റ്റ് ജനറൽ ഇൻകം എന്താണെന്ന് പറയുന്നത് സെക്ഷൻ 56 സബ്സെക്ഷൻ 1 പറയുന്നു, ദ ഫോളോയിങ് ആർ ദ ജനറൽ ഇൻകംസ്. ഒന്ന് അഗ്രികൾച്ചർ ഇൻകം ഫ്രം ദ ലാൻഡ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ജനറൽ ഇൻകം ആണ്. റെസീറ്റ് ഫ്രം പേഴ്സൺ അതർ ദാൻ എംപ്ലോയർ, ഫോർ എക്സാമ്പിൾ എക്സാമിനർഷിപ്പ് റെമ്യൂണറേഷൻ ഫോർ എ ടീച്ചർ ഓർ റെമ്യൂണറേഷൻ ടു MB MLA, ഇതൊക്കെ റെസീറ്റ് ഫ്രം എ പേഴ്സൺ അതർ ദാൻ എംപ്ലോയർ ആണ്. ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്, ഗ്രൗണ്ട് റെൻറ്റ്. ഇൻകം ഫ്രം റോയൽറ്റി, ഏജൻസി കമ്മീഷൻ, അതായത് LIC ഏജൻറ്റ് കിട്ടുന്ന കമ്മീഷന്, മീറ്റിംഗ് ഫീ, സിറ്റിംഗ് ഫീ ഓർ ഡയറക്ടേഴ്സ് ഫീ, ഫാമിലി പെൻഷൻ, ഓൾ ടൈപ്പ് ഓഫ് കാഷ്വൽ ഇൻകംസ് എക്സെപ്റ്റ് വിന്നിംഗ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽ, കാർഡ് ഗെയിംസ് ആൻഡ് ബെറ്റിംഗ്. ഓക്കെ, ഓൾ ടൈപ്പ് ഓഫ് കാഷ്വൽ ഇൻകം ഏതൊഴിച്ച്, വിന്നിംഗ് ഫ്രം സാലറി, വിന്നിംഗ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിലെ, കാർഡ് ഗെയിംസ് ഒക്കെ ഒഴിച്ച്. ഓക്കെ, ഓൾ ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ്, എല്ലാ ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാൽ എക്സെപ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഒഴിച്ച്. എക്സാമ്പിൾ കണ്ടോ, ബാങ്ക് ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീം, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ പേഴ്സണൽ ലോൺസ്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഓൾ ടൈപ്പ് ഇൻട്രസ്റ്റ് പറയുന്ന ഇൻകത്തിന്, ജനറൽ ഇൻകത്തിൽ വരുന്നതാണ്. പിന്നെ റെമ്യൂണറേഷൻ ഫോർ കൺസൾട്ടൻസി സർവീസ്, ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് റീഫണ്ട്, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ്, ഇൻട്രസ്റ്റ് ഏൺഡ് പ്രയർ ടു കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, ഒക്കെ ഇൻട്രസ്റ്റ് കിട്ടുന്നതൊക്കെ. റെമ്യൂണറേഷൻ റിസീവ്ഡ് ഫോർ റൈറ്റിംഗ് ആർട്ടിക്കിൾസ് ഓർ ആർട്ടിക്കിൾസ് ഇൻ ജേണൽസിലൊക്കെ ആർട്ടിക്കിൾസ് ചെയ്തതിന് കിട്ടുന്ന റെമ്യൂണറേഷൻ. ഇതൊക്കെയാണ് ജനറൽ ഇൻകം ആയിട്ട് വരുന്നത്. ഈ സ്പെസിഫിക് ഇൻകം സെക്ഷൻ 56 സബ്സെക്ഷൻ 2 വരുന്ന സ്പെസിഫിക് ഇൻകം ഏതാണ്? ദ ഫോളോയിങ് ആർ ദ സ്പെസിഫിക് ഇൻകം. നമ്പർ 1, ഡിവിഡൻഡ് ഫ്രം കമ്പനി, ഇൻകം ഫ്രം വിന്നിംഗ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽ, റേസസ് ഇൻക്ലൂഡിങ് ഹോഴ്സ് റേസ്, കാർഡ് ഗെയിം ഓഫ് എനി സോർട്ട്, എക്സാമ്പിൾ ടെലിവിഷൻ ഗെയിം ഷോയിലൊക്കെ പങ്കെടുത്തിട്ട് ഇൻകം ഒക്കെ ഇതിലെ വരുന്നത് കേട്ടോ. സ്പെസിഫിക് ഇൻകം അതൊക്കെ. എമൗണ്ട് റിസീവ്ഡ് ആസ് ഗിഫ്റ്റ് ഇൻ ക്യാഷ് ഓർ കൈൻഡ് എക്സീഡിങ് 50,000. ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് പ്ലാന്റ് ആൻഡ് മിഷനറി ഓർ ഫർണിച്ചർ വെർ ഇറ്റ് ഈസ് നോട്ട് എ റെഗുലർ ബിസിനസ് ഇൻകം. ഇപ്പോൾ ഇൻകം ഫ്രം ലെറ്റ് ചെയ്ത് നമ്മൾ ലെറ്റിംഗ് ഔട്ട് ആണ്, ലെറ്റിംഗ് ഓഫ് പ്ലാന്റ് ആൻഡ് മിഷനറി ആൻഡ് ഫർണിച്ചർ വെർ ഇറ്റ് ഈസ് നോട്ട് എ റെഗുലർ ബിസിനസ് ഇൻകം അല്ലത്, അല്ലാതെ ലെറ്റ് ഔട്ട് ചെയ്ത കേസിൽ കിട്ടുന്നതാണ്. ഇൻകം ഫ്രം ലെറ്റിംഗ് ബിൽഡിംഗ് എലോങ് വിത്ത് പ്ലാന്റ് ആൻഡ് മിഷനറി ആൻഡ് ഫർണിച്ചർ, റെൻറ്റ് ഈസ് ഇൻസെപ്പറബിൾ. അപ്പോൾ അതുപോലെ തന്നെ റെൻറ്റ് ഇൻസെപ്പറബിൾ അല്ലാത്ത കേസിൽ നമ്മൾ ഇങ്ങനെ ഫർണിച്ചറും പ്ലാന്റ് ആൻഡ് മിഷനറിയും കൊടുത്ത് കിട്ടുന്ന ഇൻകം. ഇൻകം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി ഇഫ് ഇറ്റ് കനോട്ട് ബി ചാർജബിൾ അണ്ടർ ദ ഇൻകം ഫ്രം സാലറി ഓർ ഇൻകം ഫ്രം ബിസിനസ് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നമുക്ക് കീമാൻ ഇൻഷുറൻസ് പോളിസി ഇൻകം കിട്ടിയാൽ അതും സ്പെസിഫിക് ഇൻകം ആണ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കോമ്പൻസേഷൻ ഓർ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ, ഇത്രയും കാര്യങ്ങൾ സ്പെസിഫിക് ഇൻകം ആയിട്ടാണ് പറയുന്നത്. ഇനി ഡിവിഡൻഡ് എന്താണെന്ന് പറയുന്നു. ഡിവിഡൻഡ് ഈസ് ദ സം റിസീവ്ഡ് ബൈ എ ഷെയർ ഹോൾഡർ ഓഫ് എ കമ്പനി ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ്. ഇപ്പോൾ നമുക്കറിയാം ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ കിട്ടുന്നതല്ലേ, കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ട് പ്രോഫിറ്റ് എത്ര കമ്പനി അണിച്ചത് അതാണ് ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് കൊടുക്കുക. ഡിവിഡൻഡ് മേ ബി നോർമൽ ഡിവിഡൻഡ് ഉണ്ട്, ഇൻഡൻ ഡിവിഡൻഡ് ഉണ്ട്. അപ്പോൾ നോർമൽ ഡിവിഡൻഡ് എന്താണ്? എനി ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബൈ എ കമ്പനി അറ്റ് ഇറ്റ്സ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഇറ്റ് ഇസ് കാൾഡ് എ നോർമൽ ഡിവിഡൻഡ്. അപ്പോൾ നമുക്കറിയാം ഏത് കമ്പനി ആയാലും ആനുവൽ ജനറൽ മീറ്റിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമല്ലോ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ ഡിവിഡൻഡ്. അടുത്ത ഇൻഡൻ ഡിവിഡൻഡ് ഉണ്ട്. The dividend declared by a company at any time prior to its annual general meeting is called interim dividend. അത് ആനുവൽ ജനറൽ മീറ്റിന് മുമ്പേ ഏതെങ്കിലും കമ്പനി എന്ത് ചെയ്യും, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കും. അപ്പം അങ്ങനെ ഡിക്ലെയർ ചെയ്താൽ ഇടക്കാല ഡിവിഡൻഡ് നമ്മൾ പറയുന്നത് ഇന്റർ ഡിവിഡൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിവിഡൻഡ് ഓൾസോ ഇൻക്ലൂഡ് ഡീംഡ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 2. അപ്പോൾ ഡിവിഡൻഡ് ഓൾസോ ഇൻക്ലൂഡ് ആണ്. Also includes deemed dividend under section 2 subsection 22. The following payments to shareholders are deemed dividend. അപ്പോൾ താഴെ പറയുന്ന കുറേ പേയ്മെൻറ്റുകൾ ഉണ്ടല്ലോ ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കുന്നത്, അത് ഡീംഡ് ഡിവിഡൻഡ് ആണ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്. ഒന്ന്, എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കമ്പനീസ് അസറ്റ്സ്, കമ്പനിയുടെ അസറ്റ് ആയാലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കേസുകൾ വരാം. എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ്, ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് ബോണസ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിക്വിഡേഷൻ ഓഫ് കമ്പനി
കമ്പനി ലിക്വിഡേറ്റ് സമയത്ത് എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ വരുന്നെങ്കിൽ, ഡിസ്ട്രിബ്യൂഷൻ ഓൺ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ റിഡക്ഷൻ സമയത്ത് എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ വരാം. ലോൺ ഫ്രം പ്രൈവറ്റ് കമ്പനി ടു എ ഷെയർ ഹോൾഡർ ഹു ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി. അപ്പോൾ ലോൺ എടുക്കാം പ്രൈവറ്റ് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി, ഹു ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനിയാണ് കേട്ടോ. അടുത്ത ടാക്സേഷൻ ഓഫ് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡിൻ്റെ ടാക്സേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഡിവിഡൻഡ് ഇൻക്ലൂഡിങ് ഡീംഡ് ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ or from a mutual fund. It is exempt up to rupees 10 lakh from income tax under section 10 subsection 34. The company or mutual fund is liable to pay dividend distribution tax. അപ്പോൾ കമ്പനിയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ ആണെങ്കിൽ അത് ലൈബിൾ ടു പേ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അറ്റ് 15% പ്ലസ് സർചാർജ് 5% എഡ്യൂക്കേഷൻ സെസ് ഓഫ് ടാക്സ് ഓൺ ഡിവിഡൻഡ്. ഡിവിഡൻഡിന് മേൽ വീണ്ടും എന്ത് ചെയ്യണം, ആ ഡിവിഡൻഡിന് നമ്മൾ ടാക്സ് കൊടുക്കണേ 4%. It is payable as distribution tax by the distributing company and not by the shareholder. ഇത് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ആണ്. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ, അല്ല ഷെയർ ഹോൾഡർ അല്ല. രണ്ടാമത്തത് ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി. വിദേശ കമ്പനി നമ്മൾ ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്ന കേസാണ്. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എ ഫോറിൻ കമ്പനി ഈസ് ഫുള്ളി ടാക്സബിൾ ആൻഡ് ഇൻക്ലൂഡ് ഇൻ ദ ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഡിവിഡൻഡ് വിദേശ കമ്പനിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ ആണ്. അത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഹെഡിൽ ഉൾപ്പെടുത്തണം. അടുത്ത ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി. സഹകരണ സംഘങ്ങളിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടും. The dividend received from a cooperative society is fully taxable. Dividend കിട്ടിയ fully taxable ആണ് and include in the income from other sources. A cooperative society is not empowered to deduct a tax at a source. Cooperative society empowered to deduct tax at a source deduction അനുവദിക്കത്തൊന്നുമില്ല. ഓക്കെ. അടുത്ത income from winning from lottery, crossword puzzles, races including horse races and card game or games of any sort, game show or betting, ഇങ്ങനെ കുറേ ഇൻകങ്ങൾ നമുക്ക് കിട്ടാം. Income from winning from lottery, crossword puzzle, races, okay, any sort of betting are fully taxable and include in the income from other sources. The following rules are applicable to such income. താഴെ പറയുന്ന റൂൾസ് ഈ പറയുന്ന ഇൻകങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്. ഒന്ന്, നോ എക്സ്പെൻസസ് ആർ അലൗഡ് ടു ഡിഡക്റ്റ് ഫ്രം സച്ച് ഇൻകം. അതായത് ഇപ്പോൾ വിന്നിങ് ഫ്രം ലോട്ടറി എടുത്തതിന് ലോട്ടറിയുടെ ഇത് കുറയ്ക്കൊന്നും കൊടുക്കത്തില്ല. ഫോർ എക്സാമ്പിൾ ദ കോസ്റ്റ് ഓഫ് ലോട്ടറി ടിക്കറ്റ് പർച്ചേസ് ഫ്രം വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് കുറയ്ക്കത്തില്ല. ടാക്സ് വിൽ ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് at 30% if the income exceeds the following limit. അപ്പോൾ താഴെ പറയുന്ന ഇതിൻ്റെ ലിമിറ്റ് വർദ്ധിച്ചു കഴിഞ്ഞാൽ 30% എന്ത് ചെയ്യും, ടാക്സ് ചാർജ് ചെയ്യും. ഒന്ന്, ഇൻകം ഫ്രം വിന്നിങ് ഫ്രം ലോട്ടറി, ക്രോസ്വേഡ് പസിൽ, കാർഡ് ഗെയിം, ഗാംബ്ലിംഗ് ഓർ ബെറ്റിംഗ് എക്സീഡ് 10,000. 10,000 രൂപയിൽ കൂടുതലാണ് നമുക്ക് ഇത് ലോട്ടറി അടിക്കുന്നതെങ്കിൽ എന്ത് ക്രോസ്വേഡ് പസിലായാലും എല്ലാത്തിനും 30%, 10,000 രൂപ കൂടുതൽ അടിച്ച് ടാക്സ് അടിക്കും. ഇഫ് ഇൻകം ഫ്രം വിന്നിങ് ഫ്രം റേസ് ഹോഴ്സസ് എക്സീഡ് 5,000, അതല്ല കുതിരപ്പന്തയത്തിൽ ഏർപ്പെടുത്തി അവിടെയും 5,000 രൂപ കൂടുതൽ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും എന്ത് ചെയ്യും, 30% ആണ്. If tax is deducted at the source, the gross amount, that is the amount received and tax deducted, shall be included in the income. So if tax is deducted at the source വന്നു കഴിഞ്ഞാൽ ഗ്രോസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റിസീവ്ഡ് ആൻഡ് ടാക്സ് ഡിഡക്റ്റഡ് ഷാൾ ബി ഇൻക്ലൂഡ് ഇൻ ദ ഇൻകം. റിസീവ്ഡും ഡിഡക്റ്റഡും കാണിക്കണം, ഇൻകത്തിൽ ഉൾപ്പെടുത്തണേ. ഇഫ് നെറ്റ് എമൗണ്ട് ഈസ് ഗിവൺ, നമുക്കിത് നെറ്റ് എമൗണ്ടാണ് തരുന്നതെങ്കിൽ ഇറ്റ് ഷാൾ ബി ഗ്രോസ്ഡ് അപ്പ് ബൈ യൂസിങ് ദ ഫോളോയിങ് ഫോർമുല. ഗ്രോസ് അപ്പ് ചെയ്യണം. നെറ്റ് ആയിരിക്കുന്നില്ല നമ്മൾ തരുന്ന ക്വസ്റ്റിനകത്തോ, അല്ലെങ്കിൽ നെറ്റാണ് നമ്മൾ റിസീവ് ചെയ്യുന്നതെങ്കിൽ ഗ്രോസ് ഇൻകം കാണാൻ വേണ്ടി നെറ്റ് എമൗണ്ട് ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100 മൈനസ് TDS ആണ്. ഓക്കെ. മിസ്റ്റർ എക്സ് റിസീവ്ഡ് കണ്ടോ 70,000, TDS 30%, വിന്നിങ് ഫ്രം ലോട്ടറി, ഫൈൻഡ് ഔട്ട് ദ ടാക്സിബിൾ എമൗണ്ട് ഓഫ് ഇൻകം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ കണ്ടോ അറ്റ് ദ ടൈം ഓഫ് TDS അല്ലെങ്കിൽ പഠിച്ചൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇൻകം നെറ്റ് എമൗണ്ട് ഇൻറ്റു 100 ബൈ 100 മൈനസ് TDS ആണ്. അപ്പോൾ നെറ്റ് എമൗണ്ട് 70,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100 മൈനസ് 30, അതായത് 30 70 ആണ്. അപ്പോൾ 70,000 ഇൻറ്റു 100 ബൈ 70 ആകുമ്പോൾ 1 lakh ആണ് അവിടെ ഏത് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത എമൗണ്ട് റിസീവ്ഡ് ആസ് ഗിഫ്റ്റ് ഇൻ ക്യാഷ് ഓർ കൈൻഡ് എക്സീഡിങ് 50,000 കൂടുതൽ എമൗണ്ട് റിസീവ് ചെയ്താൽ ഗിഫ്റ്റ് ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് മണി ഓർ പ്രോപ്പർട്ടി മെയ്ഡ് വോളണ്ടറിലി ആൻഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ബൈ വൺ പേഴ്സൺ ടു അനദർ. അപ്പോൾ വോളണ്ടറി ആവാം, അല്ലെങ്കിൽ കൺസിഡറേഷൻ ആയിട്ട് ഒരു വ്യക്തി വേറെ വ്യക്തി വരാം. ഗിഫ്റ്റ് ഈസ് ടാക്സിബിൾ സബ്ജക്ട് ടു ദ ഫോളോയിങ് എക്സെപ്ഷൻ. ഗിഫ്റ്റ് ടാക്സിബിൾ ആണ്. താഴെ പറയുന്ന കുറേ എക്സെപ്ഷൻ ഉണ്ട്. വാല്യൂ ഓഫ് ഗിഫ്റ്റ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഡസ് നോട്ട് എക്സീഡ് 50,000. ഏത് കൂടാൻ പാടില്ല, 50,000 കൂടാൻ പാടില്ല. ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ് എക്സെപ്ഷൻ ആണ് അവിടെ. ഗിഫ്റ്റ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ മാരേജ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എക്സെപ്ഷൻ അത്. ഗിഫ്റ്റ് അണ്ടർ ദ ബിൽ ഓർ ബൈ വേ ഓഫ് ഇൻഹെറിറ്റൻസ്. ഗിഫ്റ്റ് ഇൻ contemplation of death of the pair. Gift from local authority, from any trust or institution registered under section 12AA. ഇതൊക്കെ എക്സെപ്ഷൻ ഉള്ളതാണ്. ഗിഫ്റ്റ് ഫ്രം എനി ഫണ്ട് ഓർ ഫൗണ്ടേഷൻ ഓർ യൂണിവേഴ്സിറ്റി ഓർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഹോസ്പിറ്റൽ ഓർ
other medical institution or any trust or institution referred under section 10 subsection 23. ഇതൊക്കെ എക്സെപ്ഷൻ കേസുകളാണ്, എക്സെപ്ഷൻ ആണ്. റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് പറയുന്നുണ്ടോ? സ്പൗസ്, ബ്രദർ ഓർ സിസ്റ്റർ ഓർ സ്പൗസ്, brother or sister of either parent, father, grandfather, great grandfather of the individual or spouse, mother, grandmother and great grandmother of the individual or spouse, brother's wife or sister's husband of the individual or spouse, brother's wife or sister's husband of either parent, son's wife, grandson wife, great grandson wife, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. Son, grandson and great grandson. Relative of HUF means any member of the family. റിലേറ്റീവ് HUF എന്ന് പറഞ്ഞാൽ നമുക്ക് HUF അറിയാമല്ലോ, ആ ഫാമിലി ഇരിക്കുന്നവരെല്ലാം HUF മെമ്പർ ആണല്ലോ. അതുകൊണ്ട് അത് അവിടെ റിലേറ്റീവ് ഉദ്ദേശിക്കുന്ന എനി മെമ്പർ ഓഫ് ദ ഫാമിലിയാണ്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണ്. സെക്യൂരിറ്റി ഈസ് എ ഡോക്യുമെൻറ്റ് അക്നോളജിങ് ഡെറ്റ് ടേക്കൺ ഫ്രം പബ്ലിക് സെക്യൂർഡ് ആൻഡ് ട്രാൻസ്ഫേർഡ്. നമുക്കറിയാം സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ് അക്നോളജ്മെൻറ്റ് ഡെറ്റ് ആണല്ലോ. അപ്പോൾ അത് ടേക്കൺ ഫ്രം പബ്ലിക് സെക്യൂർഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് ആണ്. പബ്ലിക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിവൈൻഡ് സെക്യൂരിറ്റി ഒക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ട് കളക്ട് ചെയ്യുന്നത് സെക്യൂർഡുമാണ്. ഇറ്റ് മേ ബി ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് ഓർ കമ്പനി. കമ്പനികൾക്ക് ഇഷ്യൂ ചെയ്യാം, ഗവൺമെൻറ് എന്ത് ചെയ്യാം, സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യാം. ദ സെക്യൂരിറ്റീസ് മേ ബി ഡിവെഞ്ചർ ഓർ എ ബോണ്ട്. സെക്യൂരിറ്റീസ് ഡിവെഞ്ചറോ ബോണ്ടോ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത്. റൂൾസ് ഓഫ് അക്രൂവൽ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആർ ആസ് ഫോളോസ്. ഇൻട്രസ്റ്റ് അക്രൂ ഓൺ ദ ഫേസ് വാല്യൂ ഓഫ് ദ സെക്യൂരിറ്റി ആൻഡ് നോട്ട് ഓൺ ദ പ്രൈസ് പെയ്ഡ് ടു പർച്ചേസ് ഇറ്റ്. അതായത് ഇൻട്രസ്റ്റ് നമ്മൾ അക്രൂവൽ കണ്ടുപിടിക്കുന്നത് ഫേസ് വാല്യൂ സെക്യൂരിറ്റിയാണ്, അല്ലാതെ നമ്മൾ പ്രൈസ് പെയ്ഡ് ഫോർ പർച്ചേസ് ഇറ്റ് അല്ല കേട്ടോ. 2, ഇറ്റ് അക്രൂസ് ഓൺ എ ഫിക്സഡ് ഡേറ്റ് ആഫ്റ്റർ ഫിക്സഡ് ഇൻ്റർവെൽ വിച്ച് ഈസ് ജനറലി 6 months. അക്രൂ ഓൺ ഫിക്സഡ് ഡേറ്റ് ആണ്, ആഫ്റ്റർ ഫിക്സഡ് ഇൻ്റർവെൽ കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ജനറലി 6 months കാണുന്നത്. പിന്നെ ഇറ്റ് അക്രൂസ് ടു ദ പേഴ്സൺ ഹൂസ് നെയിം ഓഫ് ദ സെക്യൂരിറ്റി സ്റ്റാൻഡ്സ് ഓൺ ദ ഡേറ്റ് ഓഫ് അക്രൂവൽ. ആരുടെ പേരിലാണോ പേര് ഇത് ചെയ്തിരിക്കുന്നത് ആരുടെ പേരിലായിരിക്കും നമ്മൾ അക്രൂവൽ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് സെയിൽ ഓർ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റി, ചില കേസിൽ സെക്യൂരിറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. ഓൺലി ദാറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വിൽ അക്രൂ. ആ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ അതാണ് അക്രൂഡ് ആവുന്നത്. 1, ഇൻ ദ നെയിം ഓഫ് ദ സെല്ലർ വിച്ച് ഈസ് ഡ്യൂ ബിഫോർ ദ ഡേറ്റ് ഓഫ് സെയിൽ. അപ്പോൾ നെയിം ഓഫ് ദ സെല്ലർ ആണ്, ആരുടെ പേരിലാണ് ഡ്യൂ ആവുന്നത് ഇവിടെ. ഇൻ ദ നെയിം ഓഫ് ബയർ ആണെങ്കിൽ വിച്ച് ഡ്യൂ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ആണ്. ഇൻട്രസ്റ്റ് ഈസ് ടാക്സബിൾ ഓൺ ഡ്യൂ ബേസിസ് ആൻഡ് നോട്ട് ഓൺ എ റെസീറ്റ് ബേസിസ്. ഡ്യൂ ബേസിസിലാണ്, അല്ല റെസീറ്റ് ചെയ്യുന്ന ബേസിസിലല്ല ഇൻട്രസ്റ്റ് ടാക്സ് ആവുന്നത്. ഇൻട്രസ്റ്റ് ടാക്സ് കൊടുക്കുന്നത് കേട്ടോ. ദ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. ഒന്ന് സെക്യൂരിറ്റീസ് 4 types ആണ് പറയുന്നത് കേട്ടോ. ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ആർ ഓഫ് 4 types. ഫസ്റ്റ് 1, ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്. ടാക്സ് ഫ്രീ ആണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസിനകത്ത് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ദീസ് സെക്യൂരിറ്റീസ് ഈസ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സ് അണ്ടർ സെക്ഷൻ 10 subsection 15. Hence they are not included in the total income or tax. ടോട്ടൽ ഇൻകത്തിൽ ഉൾപ്പെടുത്തേണ്ട ടാക്സ് ചെയ്യാൻ വേണ്ട. എന്തൊക്കെയാണ്? 12 year നാഷണൽ സേവിങ് ആനുറ്റി സർട്ടിഫിക്കറ്റ്, നാഷണൽ ഡിഫൻസ് ഗോൾഡ് ബോണ്ട് 1980, സ്പെഷ്യൽ ബിയറർ ബോണ്ട് 1991, ട്രഷറി സേവിങ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് 10 year ഉള്ളത്, നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ് 10 year ഉള്ളത്, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻഡിവിജ്വൽ അക്കൗണ്ട് 3500 or ജോയിൻറ്റ് അക്കൗണ്ട് 7000, പോസ്റ്റ് ഓഫീസ് ക്യുമുലേറ്റീവ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട് 15 year ഉള്ളത്, ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട് 1999, സ്പെഷ്യൽ ഡെപ്പോസിറ്റ് സ്കീം 1981, പോസ്റ്റ് ഓഫീസ് ക്യാഷ് സർട്ടിഫിക്കറ്റ് 5 years. ഇത്രയും കാര്യങ്ങൾ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റികളാണ്. അടുത്തത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്താണെന്ന് പറയുന്നു. These securities are issued by central or state government. No tax is deducted at source on government security. മനസ്സിലായി? സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റി ആണ്. ഇതിന് നോ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, TDS എന്ത് ചെയ്യേണ്ട, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദ ഇൻട്രസ്റ്റ് നീഡ് നോട്ട് ബി ഗ്രോസ്ഡ് അപ്പ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണ്ട, ഇൻട്രസ്റ്റ് കൂട്ടുകയും വേണ്ട, ഗ്രോസ് അപ്പ് ചെയ്യാൻ വേണ്ട. ദ ഇൻട്രസ്റ്റ് ഓൺ സച്ച് സെക്യൂരിറ്റി ഈസ് ഫുള്ളി ടാക്സിബിൾ ആണ്. ഇൻട്രസ്റ്റ് ഇങ്ങനെയുള്ള സെക്യൂരിറ്റിയുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഫുള്ളി ടാക്സിബിൾ ആണ്. ഇത് ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് ഉണ്ട്. ടാക്സ് ഫ്രീ ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് ഉണ്ട്. ദീസ് ആർ ഇഷ്യൂഡ് ബൈ കമ്പനീസ് ഓർ കോർപ്പറേഷൻസ് ആണ്. ഇത് കമ്പനികളോ കോർപ്പറേഷനോ ഇഷ്യൂ ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റികൾ എന്ന് പറയുന്നത്. ദ ഇൻട്രസ്റ്റ് ഈസ് നോട്ട് ഇസ് ടാക്സ് ഫ്രീ. ഇതിന് ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ അല്ല. ബട്ട് ദ ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ബൈ ദ കമ്പനി. ടാക്സ് ഓൺ ഇൻട്രസ്റ്റ്, ഇപ്പോൾ ഇൻട്രസ്റ്റിന് ടാക്സ് കൊടുക്കുന്നത് കമ്പനികളാണ്. ദ ഇൻവെസ്റ്റർ നീഡ് നോട്ട് പേ ടാക്സ്. ഇൻവെസ്റ്റ് ചെയ്ത ആൾ ടാക്സ് കൊടുക്കണം. ഓൺ ദ ഇൻട്രസ്റ്റ് ഓൺ സച്ച് സെക്യൂരിറ്റി. ഇങ്ങനെയുള്ള സെക്യൂരിറ്റികൾക്ക് ആ സെക്യൂരിറ്റിക്ക് പലിശ കിട്ടിയാൽ ആ ഇൻവെസ്റ്റ് ചെയ്ത ആൾ പൈസ ടാക്സ് അടയ്ക്കേണ്ട. ഫ്രം ദ ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഈസ് എ ടാക്സ് ഫ്രീ. ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂലാണ് ടാക്സ് ഫ്രീ ആണെന്ന് പറയുന്നത് കേട്ടോ. വെൽ കമ്പ്യൂട്ടിംഗ് ഇൻകം ദ ഗ്രോസ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ടാക്സ് പെയ്ഡ് ബൈ ദ കമ്പനി ഈസ് ഇൻക്ലൂഡ് ഇൻ ദ ഇൻകം. ഇത് എന്ത് ചെയ്യണം, ഇത് രണ്ടും ഇതിനകത്ത് കാണിക്കണം എന്നുള്ളതാണ്. ഇനി ലെസ് ടാക്സ് സെക്യൂരിറ്റീസ് ഉണ്ട്. ദീസ് ആർ സെക്യൂരിറ്റീസ് ഫ്രം വിച്ച് ടാക്സ് അറ്റ് പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഈസ് ഡിഡക്റ്റഡ് ആൻഡ് ബാലൻസ് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ടു ദ ഇൻവെസ്റ്റർ. ഉണ്ടോ, ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ടാക്സ് ഈസ് പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഈസ് ഡിഡക്റ്റഡ്. ഒരു പ്രിസ്ക്രൈബ്ഡ് റേറ്റ് നമ്മൾ കുറയ്ക്കും. ബാലൻസ് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ്. ബാലൻസ് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത് അല്ലേ, ടു ദ ഇൻവെസ്റ്റർ.
The TDS rate on interest is 10%. TDS rate നമ്മൾ ഇൻട്രസ്റ്റ് 10% എടുക്കും. While calculating the income, it is the gross interest which is included in the income. അപ്പോൾ ഇവിടെ 10% നമ്മൾ TDS എടുത്തിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഗ്രോസ് ഇൻകം വേണം നമ്മൾ എന്ത് ചെയ്യാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. The net interest is given. This shall be grossed up by using the following formula. അപ്പോൾ നെറ്റ് ഇൻകം നമുക്ക് നെറ്റ് ഇൻട്രസ്റ്റ് ആണല്ലോ തന്നത്. അപ്പോൾ നമുക്ക് ഗ്രോസ് ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടി ഗ്രോസ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് ഉണ്ടോ. മിസ്റ്റർ എക്സ് അവിടെ 9000 TDS 10%, ഇൻട്രസ്റ്റ് ഓൺ ഡിവിഡൻസ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടോ. പഴയ പോലെ തന്നെ നെറ്റ് ഇൻകം ഇൻറ്റു 100 ഡിവൈഡ് ബൈ 100 മൈനസ് TDS കണ്ടോ. ഓക്കെ. ഡിഡക്ഷൻ അലൗഡ് അണ്ടർ ദ ഹെഡ് ഓഫ് ഇൻകം ഫ്രം അതർ 6 സോഴ്സ്. അപ്പോൾ ഡിഡക്ഷൻ അനുവദിക്കുന്നുണ്ട് ഈ അതർ ഹെഡ് ഓഫ് ഇൻകത്തിനകത്ത് സെക്ഷൻ 15 പ്രകാരം. ദ ഫോളോയിങ് ഡിഡക്ഷൻ ആർ അലൗഡ് out of respective income while computing income from other sources. In case of interest on securities, dividend any reasonable amount by way of commission for the purpose of realizing the interest. ഇപ്പോൾ ഇതെന്താണ് ഡിഡക്ഷൻ എഴുതിക്കുന്നുണ്ട് ഏതാ. ഇൻ കേസ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, ഡിവിഡൻഡ് എനി റീസണബിൾ എമൗണ്ട് ബൈ വേ ഓഫ് കമ്മീഷൻ ഫോർ ദ പർപ്പസ് ഓഫ് റിയലൈസിങ് ദ ഇൻട്രസ്റ്റ്. അവിടെയൊക്കെ നമുക്ക് ഡിഡക്ഷൻ ഉണ്ട് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റ് ഇൻ സെക്യൂരിറ്റി, സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോൺ എടുക്കാം. അപ്പോൾ അതിൽ എന്തുണ്ട് ഡിഡക്ഷൻ ഉണ്ട്. In case of letting of machinery, plant or furniture with or without building. അപ്പോൾ പ്ലാന്റോ മെഷീനറിയോ ഒക്കെ നമുക്ക് കൊടുക്കാം വിത്ത് ഓർ വിത്തൗട്ട് ബിൽഡിങ്ങിലൂടെ. അപ്പോൾ കറണ്ട് റിപ്പയർസ്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, ഡിപ്രീസിയേഷന്, ഗ്രൗണ്ട് റെൻറ്റ്, ഇതൊക്കെ എന്തുണ്ട് ഡിഡക്ഷൻ അനുവദിക്കുന്നുണ്ട്. എ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് 1/3 or 15,000 വിച്ച് ഈസ് ലെസ് ഈസ് അലൗഡ് ഓഫ് ഫാമിലി പെൻഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഫാമിലി പെൻഷനിൽ നിന്ന് 1/3 ആണോ 15,000 ആണോ അതിൽ ഏറ്റവും കുറവ് ഏതാണോ അതാണ് നമ്മൾ എന്ത് ഡിഡക്ഷൻ കൊടുക്കുന്നത്. In case of subletting of a house, the rent, repairs, etc. regarding subletting portion ആകുന്നത് ഡിഡക്ഷൻ അനുവദിക്കും കേട്ടോ. Any other expenses incurred wholly and exclusively for the purpose of earning such income. മറ്റ് എക്സ്പെൻസുകൾ ഉണ്ടല്ലോ ഫുള്ളായിട്ടോ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടോ ഫോർ ദ പർപ്പസ് ഓഫ് ഏണിംഗ് സച്ച് ഇൻകം, അത് ഡിഡക്ഷൻ ആണ്. ഫ്രം ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓർ കോമ്പൻസേഷൻ ഓർ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. ഇപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാം, എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഒക്കെ ഉണ്ടാവാം. 15% of such income shall be deducted. അതിൻ്റെ 50% ഡിഡക്ഷൻ ആൻഡ് നോ അതർ ഡിഡക്ഷൻ ഷാൾ ബി. വേറെ ഡിഡക്ഷൻ ഒന്നും അതിന് അനുവദിക്കത്തില്ല. അടുത്ത ഡിഡക്ഷൻ നോട്ട് അലൗഡ് അണ്ടർ ദ ഹെഡ് ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഡിഡക്ഷൻ അനുവദിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് അതർ സോഴ്സിനകത്ത്. ദ ഫോളോയിങ് ഡിഡക്ഷൻ ആർ നോട്ട് അലൗഡ് വൈൽ കമ്പ്യൂട്ടിംഗ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇനി പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് ദ അസസി, അസസിയുടെ വ്യക്തിപരമായ എക്സ്പെൻസ് ഡിഡക്ഷൻ അനുവദിക്കത്തില്ല. ഇൻട്രസ്റ്റ് പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ വിത്തൗട്ട് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യക്ക് പുറത്ത് കൊടുക്കുന്നത് ഡിഡക്ഷൻ അനുവദിക്കത്തില്ല. ഇനി എമൗണ്ട് പെയ്ഡ് ആസ് വെൽത്ത് ടാക്സ് അടയ്ക്കത്തില്ലേ, ഡിഡക്ഷൻ അനുവദിക്കത്തില്ല. എക്സ്പെൻസ് ഓർ ലോസസ് ഇൻ കണക്ഷൻ വിത്ത് ഇൻകം ഫ്രം വിന്നിംഗ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽ, റേസസ് ഇൻക്ലൂഡിംഗ് ഹോഴ്സ് റേസ്, കാർഡ് ഗെയിം, ഇതിനൊന്നും ഡിഡക്ഷൻ ഇല്ല കേട്ടോ. അതിനുള്ള എക്സ്പെൻസുകളൊന്നും. ക്യാഷ് പേയ്മെൻറ്റ് എക്സീഡിങ് 10,000 ഈസ് ഡിസലൗഡ് 100% കേട്ടോ. പേയ്മെൻറ്റ് എക്സീഡിങ് 10,000 മസ്റ്റ് ബി മെയ്ഡ് അക്കൗണ്ട് പേയ് ചെക്ക് ഓർ അക്കൗണ്ട് പേയ് ബാങ്ക് ഡ്രാഫ്റ്റ് ഉണ്ടോ. ക്യാഷ് ആയിട്ട് എടുത്ത് കൊടുക്കരുതെന്നാണ് പറയുന്നത്. ഒന്നുകിൽ അക്കൗണ്ട് പേയ് ആയിട്ട് നമ്മൾ എന്ത് 10,000 രൂപ കൂടുതലുള്ള ക്യാഷുകൾ കൊടുക്കാം. എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് എക്സംപ്റ്റഡ് ഇൻകം. ചില എക്സംപ്റ്റഡ് ഇൻകത്തിന് നമ്മൾ വരുന്ന എക്സ്പെൻസുകളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ കളക്ഷൻ ചാർജസ് ഓഫ് ഡിവിഡൻറ്റ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനികളുടെ കളക്ഷൻ ചാർജസ് ഒക്കെ എടുക്കാനായിട്ട് ഡിവിഡൻറ്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതിൻ്റെ ഒന്നും എക്സംപ്ഷൻ അനുവദിക്കത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. ഡിഡക്ഷൻ അനുവദിക്കത്തില്ല കേട്ടോ. എക്സംപ്ഷനിൽ ഡിഡക്ഷൻ അനുവദിക്കത്തില്ല. എന്താണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഈസ് ടാക്സബിൾ ടു ദ പേഴ്സൺ ഹൂസ് നെയിം അപ്പിയർ ഇൻ ദ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഓർ ബോണ്ട് ഹോൾഡർ ആണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് നമ്മൾ ടാക്സ് ചെയ്യുന്ന ആരുടെ പേരിലാണോ ഈ പറയുന്ന സെക്യൂരിറ്റി കൊടുത്തേക്കുന്നത് ആ ആൾക്കാണല്ലോ. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ടാക്സബിൾ ടു ദ പേഴ്സൺ ഹൂസ് നെയിം അപ്പിയർ ഇൻ ദ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട് ഹോൾഡർ ആണ്. In bond bashing transaction, a person sells the security just before the payment of interest to a friend or relative who does not have a taxable income or income is lesser than that of seller, so that tax will be payable or lower rate of tax is paid. ഉണ്ടോ. അതായത് ഈ ബോണ്ട് വാഷിംഗ് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി എന്ത് ചെയ്യും, നമ്മൾ ടാക്സ് പേ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്ത് വിൽക്കും. ആർക്കാണ് വിൽക്കുന്നത്? അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനൊക്കെ ആയിരിക്കും. കണ്ടോ. സെൽ ദ സെക്യൂരിറ്റി ജസ്റ്റ് ബിഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു എ ഫ്രണ്ട് ഓർ റിലേറ്റീവ് ഹു ഡസ് നോട്ട് ഹാവ് എ ടാക്സിബിൾ ഇൻകം. ടാക്സിബിൾ ഇൻകം ഒന്നും ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നത്. ഓർ ദ ഇൻകം ഈസ് ലെസർ ദാൻ ദ സെല്ലർ, സോ ദാറ്റ് നോ ടാക്സ് വിൽ ബി പേയബിൾ ഓർ ലോവർ റേറ്റ് ഓഫ് ടാക്സ് ഈസ് പേയബിൾ. അല്ലെങ്കിൽ ലോവർ റേറ്റ് ഓഫ് ടാക്സ് കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആഫ്റ്റർ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം ദ സെക്യൂരിറ്റി വിൽ ബി പർച്ചേസ്ഡ് ബാക്ക് ടു ബൈ ദ സെല്ലർ. ഈ സെല്ലർ തന്നെ തിരിച്ചങ്ങ് വാങ്ങിക്കും. ബിക്കോസ് ദ ഇൻട്രസ്റ്റ് ഈസ് ഇൻക്ലൂഡ് ഇൻ ദ ഇൻകം ഓഫ് ദ ട്രാൻസ്ഫറി. കാരണം ഈ
ഇൻകം ആരുടെ ഇൻകത്തിൽ ഉൾപ്പെടും? ട്രാൻസ്ഫേർഡ് ഇൻകത്തിൽ ഉൾപ്പെട്ടോളും അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ഇൻ ദ ഇൻകം ഓഫ് ദ ട്രാൻസ്ഫേർഡ് ഇൻകത്തിലായിരിക്കും ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് കൂട്ടുന്നത്. ദ സെല്ലർ ഈസ് എസ്കേപ്ഡ് ഫ്രം ടാക്സ് ഓൺ ഇൻട്രസ്റ്റ്. സെല്ലർ ടാക്സ് ഓൺ ഇൻട്രസ്റ്റിൽ നിന്ന് രക്ഷപ്പെടും, എസ്കേപ്പ് ആവും. ദ ടാക്സ് പെയ്ഡ് ബൈ ദ ബയർ ഇഫ് എനി വിൽ ബി പെയ്ഡ് ബൈ ദ സെല്ലർ സീക്രട്ട്ലി. അപ്പോൾ ടാക്സ് പെയ്ഡ് ബൈ ദ ബയർ, വാങ്ങിയ ആൾ കൊടുത്ത ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെയ്ഡ് ബൈ ദ സെല്ലർ സീക്രട്ട്ലി. സെല്ല് ചെയ്ത ആൾ എന്ത് സീക്രട്ടായിട്ട് അയക്കം കൊടുക്കും, നീ അറിയേണ്ട പൈസ ഞാൻ ഡയറക്റ്റ് തരാൻ പറഞ്ഞ് ചെയ്യും. ദിസ് ഈസ് ഇവേഡ് ടാക്സ്. ഇത് ടാക്സ് ഇവേഡിങ് എന്നാണ് പറയുന്നത്. നോട്ട് ടു പ്രിവെൻറ്റ് ദ ഇവേഷൻ ഓഫ് ടാക്സ്. ഇങ്ങനെ ഈ ടാക്സ് പ്രിവെൻഷൻ തടയാൻ വേണ്ടി ഇറ്റ് ഈസ് പ്രൊവൈഡ് ദാറ്റ് വെയർ ദ സെക്യൂരിറ്റി ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് reacquired, the interest received will be deemed as the income of the seller and not of the buyer. ഉണ്ടോ? ഡീംഡ് ഇൻകം ആണ്, സെല്ലറുടെ ഡീംഡ് ഇൻകം ആണ്, നോട്ട് ബയർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിനകത്ത് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തിയറി നന്നായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ചാപ്റ്ററിലെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും.